ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد، صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، واعتصموا بحبل الله جميعا ولا تفرقوا. وصدق الله مولانا العظيم، وصدق بلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. إني لست مثلكم، صدق رسوله الكريم الأمين. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സമാദരണീയരായ ഉസ്താദ് അവർകൾ, മറ്റ് പണ്ഡിതന്മാർ, നേതാക്കൾ, പണ്ഡിത വിദ്യാർത്ഥികൾ, സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാൽ പരലോകത്ത് ഉപകരിക്കുന്ന നല്ല ഒരു അമലായി ഈ പരിപാടിയുടെ സംഗമവും പ്രഭാഷണവും ശ്രവണവും ശ്രമവും സഹകരണവും ആക്കി മാറ്റുമാറാവട്ടെ. ഈ ഉദ്യമത്തിലേക്ക് നമുക്ക് പ്രേരണ നൽകി ആത്മീയതയും സംഘടനാ ബോധവും ആദർശവും നൽകി മൺമറഞ്ഞുപോയ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ, മുൻകാല പണ്ഡിതർ, പ്രഭാഷകർ, പ്രവർത്തകർ, സഹകാരികൾ, മുഴുവൻ ആളുകളും ഒന്നിച്ച് കുടുംബസമേതം ഒരു ശിഷ്യബന്ധത്തോടെ സംഘടനാ പ്രവർത്തകർക്കൊപ്പം സുഖലോക സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, പട്ടിൽ പൊതിഞ്ഞ പാഷാണം എന്ന വിഷയമാണ് ഇവിടെ ചർച്ചക്കെടുക്കാനുള്ളത്. പട്ട് മാർദ്ദവമാണ്, വിലപിടിപ്പുള്ളതാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നതും. അത് ഉപയോഗപ്പെടുത്തി പുറമെ പട്ട് എന്ന വ്യാജേന അതിൻ്റെ ഉള്ളിൽ വെറുക്കുകയും അറക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്ന ഒരു സാധനം അത് സംബന്ധമായി അറിയാത്ത ആളുകൾക്ക് നൽകി കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടോ പഠിക്കാൻ ഭാഗ്യം ലഭിക്കാത്തത് കൊണ്ടോ അറിവില്ലായ്മയിൽ ഉള്ള ആളുകൾ അതിൽ അകപ്പെട്ട് കുടുങ്ങി അവരുടെ പരലോകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പട്ടിനെ പട്ടായും പാഷാണത്തിന് പാഷാണമായും മനസ്സിലാക്കി കൊടുക്കുക എന്ന
ഒരു പ്രവർത്തനം ധാർമ്മിക ബോധമുള്ള ആളുകൾക്ക് ബാധ്യതയായതുകൊണ്ട് ആ ബാധ്യതാ നിർവഹണം മാത്രമാണ് നടത്തുന്നത്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. സത്യവും അസത്യവും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത, അത് തബ്ലീഗ് ചെയ്യേണ്ട ബാധ്യതയും കടമയും ഉള്ളതുകൊണ്ട് ആ ബാധ്യത മാത്രമാണ് നിർവഹിക്കുന്നത്. നമ്മൾ മറ്റൊരു ലോകത്തെ സ്വപ്നം കാണുന്ന ആളുകളാണ്. യഥാർത്ഥ ജീവിതം പരലോകമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ആ പാരത്രിക ലോകത്തെ വിജയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതര ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന രീതിയിൽ വിശേഷ ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുകയും നന്മയെ പിൻപറ്റി നന്മ വിശ്വസിച്ച് നന്മ പ്രവർത്തിച്ച് നല്ലവരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ പോകണമെന്ന് അല്ലാഹു കൽപ്പിക്കുകയും ചെയ്യുകയാണ്. തിന്മ ഏതെന്ന് മനസ്സിലാക്കി ആ തിന്മയെ വർജിച്ച് നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടണമെന്നും അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ്. നന്മയും തിന്മയും ഏതാണ്, സ്വർഗത്തിലേക്കുള്ള റൂട്ടും നരകത്തിലേക്കുള്ള വഴിയും ഏതാണ്, ഇത് ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചാൽ കിട്ടുന്നതല്ല. സർ ഐസക് ന്യൂട്ടൻ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തലയിൽ വീണ കായ കാരണം അദ്ദേഹം കുറേ ആലോചിച്ചപ്പോഴാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചതെങ്കിൽ റൈറ്റ് സഹോദരന്മാർ പക്ഷിരൂപത്തിലൂടെ ഫ്ലൈറ്റ് എന്ന സംവിധാനത്തിന് രൂപകൽപ്പന നൽകിയെങ്കിൽ അതുപോലൊരു മൂലയിൽ ഇരുന്ന് ഒഴിഞ്ഞ് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല നന്മയും തിന്മയും, പ്രത്യേകിച്ച് വിശ്വാസകാര്യങ്ങളിലുള്ള നന്മയും തിന്മയും, സുഖലോക സ്വർഗത്തിലേക്ക് എത്തുന്ന റൂട്ടും. കാരണം ഓരോ ആളുകളുടെയും ബുദ്ധി അനുസരിച്ച് അവൻ ചിന്തിച്ച് നല്ലതും ചീത്തയും കണ്ടെത്തുമ്പോൾ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ അത് സഞ്ചരിക്കും. സാധാരണ മലയാളികളായ നാം പറഞ്ഞു വരുന്നൊരു പ്രോവർബുണ്ട്, ഒരു ചൊല്ലുണ്ട്. ഉമ്മാനെ തല്ലിയാലും രണ്ട് കക്ഷി. ഒരുത്തൻ തൻ്റെ ഉമ്മയെ അടിച്ചാൽ ആ തല്ലിയതിനെ ന്യായീകരിക്കുന്നവരുണ്ടാകും, എന്തായാലും ഉമ്മയല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ടാകും. ഇത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് ഒരാളുടെ ബുദ്ധിയിൽ നല്ലതെന്ന് തോന്നുന്നത് മറ്റൊരാളുടെ ബുദ്ധിയിൽ മോശമായി തോന്നാൻ സാധ്യതയുണ്ട്. മറ്റൊരാൾക്ക് നല്ലതായി അഭിപ്രായമുള്ളത് വേറെ ഒരുത്തന് തെറ്റായി തോന്നാൻ സാധ്യതയുണ്ട്. എങ്കിൽ ബുദ്ധിക്കനുസരിച്ച് സത്യവും അസത്യവും ഹക്കും ബാത്തിലും സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ റൂട്ടല്ല, മാർഗമല്ല. ഇനി മനുഷ്യൻ ചിന്തിച്ച് സത്യവും അസത്യവും കണ്ടെത്തിയാൽ തന്നെ, അല്ലെങ്കിൽ ഒഴിഞ്ഞിരാന്നാലോചിച്ച് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് എന്ന് തീരുമാനിക്കുകയും ആ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ അവൻ ഒരുങ്ങുകയും ചെയ്താൽ തന്നെ ഇന്ന് എൻ്റെ ബുദ്ധിയിൽ നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ നാളെ മോശമായി തോന്നുന്നു, മറ്റന്നാൾ അത് തിരുത്തേണ്ടതായിട്ട് വരുന്നു. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ഡോക്ടർ ഭീമർ അംബേദ്കറെ പോലെയുള്ള ബുദ്ധിജീവികൾ ഉറക്കൊഴിച്ച് മാസങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയ ഭരണഘടനയായിട്ട് പോലും 40 വർഷം കഴിഞ്ഞപ്പോൾ 50 ചുല്ലാനം മാറ്റത്തിരുത്തലുകൾ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ ഏത് വലിയ ബുദ്ധിജീവിയാണെങ്കിലും അവൻ്റെ ബുദ്ധിക്ക് ലിമിറ്റുണ്ട്, പരിധിയുണ്ട്. അവൻ തന്നെ അല്പം കഴിഞ്ഞാൽ അത് മാറ്റിപ്പറയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിനെല്ലാറ്റിനും പുറമെ മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായും അവൻ ഒരുത്തൻ്റെ മകനാകാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ ഒരുത്തൻ്റെ പിതാവാകാനും സാധ്യതയുണ്ട്, ഒരു സഹോദരിയുടെ ആങ്ങളയാകാൻ സൗകര്യമുണ്ട്, അതോടൊപ്പം ഒരു ജ്യേഷ്ഠൻ്റെ അനുജനോ അനുജൻ്റെ ജ്യേഷ്ഠനോ ആകാൻ സാധ്യതയുണ്ട്. ഇതേതെങ്കിലും ഒരു ബന്ധമില്ലാത്തവൻ അല്ലെങ്കിൽ എല്ലാ ബന്ധവുമുള്ളവർ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യരായിട്ട് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവൻ നിയമമുണ്ടാക്കുമ്പോൾ ഏതെങ്കിലും വശത്തേക്ക് ഒരു ചെറിയ ചാച്ചിൽ വരാനും സാധ്യതയുള്ളതാണ്. എങ്കിൽ ബന്ധങ്ങളും ബന്ധനങ്ങളും കടമകളും കടപ്പാടുകളും ഇല്ലാത്ത
മകനെന്നോ ഉപ്പയെന്നോ ജ്യേഷ്ഠനെന്നോ ആങ്ങളയെന്നോ പറയപ്പെടാൻ പറ്റാത്ത ഭാവിയും ഭൂതവും വർത്തമാനവും തുല്യമാകുന്ന ഒരു ശക്തി നിയമം ഉണ്ടാക്കണം. ആ ശക്തിക്കാണ് മുസ്ലിങ്ങൾ അല്ലാഹ് എന്ന് പറയുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ചെറിയ സൂറത്തിലൂടെ ഈ വലിയ ആശയം അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു ജനിച്ചവനല്ല, അല്ലാഹു തആല പിതാവാകുന്നവനും അല്ല, അല്ലാഹു ജ്യേഷ്ഠാനുജൻ അല്ല, മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കുന്നവനും അല്ല. അവൻ അനന്ത്യനാണ്, അനാദ്യനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മക്കളിലേക്ക്, പിതാവിലേക്ക്, സഹോദരന്മാരിലേക്ക്, സഹോദരിമാരിലേക്ക് അങ്ങനെ ചാഞ്ഞുകൊണ്ടുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നുണ്ടായി എന്ന ചോദ്യം അപ്രസക്തമാണ്. അല്ലാഹുവിന് മരണമില്ല എങ്കിൽ ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ അറിയുന്ന, നിഷ്പക്ഷത ശരിക്കും പാലിക്കാൻ കഴിയുന്ന ഏകനായ പടച്ച തമ്പുരാൻ അവനുണ്ടാക്കണം സ്വർഗത്തിലേക്കുള്ള റൂട്ട്. അവൻ തീരുമാനിക്കണം നന്മയും തിന്മയും. അവൻ തീരുമാനിക്കണം കർമ്മങ്ങളും മർമ്മങ്ങളും. ആ തീരുമാനമാണോ വിശുദ്ധ ഇസ്ലാം എന്ന് നാം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഇസ്ലാമിനെ സംബന്ധിച്ച് അല്ലാഹു ഔദ്യോഗികമായി പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ മതം എന്ന് ഔദ്യോഗികമായി പറയാൻ കഴിയണമെങ്കിൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചു മാത്രമാണ്. സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. എന്തുകൊണ്ട്? മനുഷ്യരെ വ്യക്തമായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന നമ്മുടെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നമ്മുടെ മാതാവ് ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയും ഇറങ്ങിപ്പോന്ന തറവാടാകുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതി നമുക്ക് വാങ്ങിച്ചു തരുന്ന വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന നിയമ മുറകളുടെ അതിന്റെ സംക്ഷിപ്തമായ രൂപം ആ പരിശുദ്ധ ഇസ്ലാം അത് അംഗീകരിച്ചേ പറ്റൂ പാരത്രിക ലോക വിജയത്തിന്റെ. പക്ഷേ ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ എങ്ങനെയാണ് അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചു തന്നത്? ഗ്രന്ഥരൂപത്തിൽ എത്തിച്ചു തന്നു. തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഫുർഖാനുള്ളത് 4 ഗ്രന്ഥങ്ങളും 100 ഏടുകളും ലഘുലേഖകളും അടക്കം അല്ലാഹു ജല്ല ജലാൽ ആളുകൾക്ക് ആവശ്യമായ നിയമങ്ങൾ ഗ്രന്ഥരൂപത്തിൽ അവതരിപ്പിച്ചു. പക്ഷേ ആ ഗ്രന്ഥവും നമ്മിലേക്ക് ഇങ്ങോട്ട് വിട്ടു തന്ന ശേഷം ഇനി ആ ഗ്രന്ഥങ്ങളുടെ ഭാഷ പഠിച്ചുകൊണ്ട് ആ ഗ്രന്ഥം മുൻപിൽ വെച്ച ശേഷം നിങ്ങൾക്ക് എന്താണോ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന ഒരു സ്വതന്ത്ര ചിന്ത ഇത് അല്ലാഹു നൽകിയിട്ടില്ല. ഓരോ ആളുകൾക്കും ഗവേഷണം ചെയ്ത് അതിൽ നിന്ന് സത്യമെന്ന് തോന്നുന്ന റൂട്ടിലൂടെ സഞ്ചരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗ്രന്ഥം മുന്നിൽ വെച്ച് ചിന്തിക്കുമ്പോൾ പലർക്കും പലതും മനസ്സിലാകും. ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, യുദല്ലു ബിഹി കതീറൻ വയഹ്ദി ബിഹി കതീറ. ഒരേ ഗ്രന്ഥം, ഒരേ ഖുർആൻ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ വലിയ ഭൂരിഭാഗം പിഴച്ചു പോകുന്നു, കുറെ ആളുകൾ നന്നാവുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഒരേ സാധനം വ്യത്യസ്ത രൂപത്തിലൂടെയാക്കുമ്പോൾ പേരുകൾ പോലും മാറും. നമുക്കറിയാം, ഹോട്ടലിൽ ചെന്നാൽ വെള്ളപ്പം ഇഷ്ടമില്ലാത്തവൻ ദോശ കഴിക്കുന്നവരുണ്ട്, ദോശ പറ്റാത്തവൻ പിന്നെ പത്തിരി ആവശ്യപ്പെടുന്നവരുണ്ട്, ഇതൊന്നും കഴിക്കാത്തവർ പുട്ട് കഴിക്കാറുണ്ട്. അവരും ചിലപ്പോൾ നൂലപ്പത്തിലേക്ക് എത്തി നോക്കാറുണ്ട്. സ്വാഭാവികമായും ദോശയും വെള്ളപ്പവും പുട്ടും അതേപോലെ തന്നെ നൂൽപുട്ടും പത്തിരിയും ഓട്ടടയും എല്ലാം അതിൻ്റെ അടിസ്ഥാനം ഒന്നാണ്. എല്ലാം ഒരൊറ്റ മാതയിൽ നിന്ന് പോകുന്നതാണ്. പക്ഷേ അതൽപ്പം ടൈറ്റാക്കി പലയിൽ വെച്ച് ശ്രമകരമായി പരത്തുമ്പോൾ പേര് പത്തിരിയായിട്ടുമോ.
അത് തന്നെ ലൂസാക്കി പരന്ന ചട്ടിയിൽ ഒഴിക്കുമ്പോൾ ദോശയായിട്ടും മാറും. അതൊന്നുകൂടെ തലേദിവസം ഉഴുന്നുമാവ് കൂട്ടി മിക്സാക്കിയിട്ട് നിശ്ചിതമായ അതിൻ്റെ ആ കുഴിയിലേക്ക് ഒഴിക്കുമ്പോൾ ഇഡ്ഡലിയായിട്ട് മാറും. അതാ കുഴയിലിട്ട് ആവി പൊന്തിയ ശേഷം പിടിച്ച് കുത്തി പുറത്താക്കുമ്പോൾ പുട്ടായിട്ട് മാറും. സംഭവം എല്ലാം ഒന്നു തന്നെ. ഈ ഒരു ശൈലിയിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥവും വ്യാഖ്യാനിച്ച് വികൃതമാക്കാനും സുഹൃതങ്ങളിലേക്ക് നയിക്കാനും ഒരേ ഗ്രന്ഥം കൊണ്ട് കഴിയും. ഇവിടെയാണ് എന്റെ സാധാരണക്കാരായ ആളുകൾ സ്വർഗനരകത്തിലേക്കുള്ള മാനദണ്ഡമായി, ജീവിത ലക്ഷ്യം എത്തിപ്പിടിക്കാനുള്ള മാനദണ്ഡമായി ഒരു ഖുർആൻ പരിഭാഷ വായിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഖുർആൻ അടിസ്ഥാനമാക്കി പറയുന്ന പ്രഭാഷണങ്ങൾ കേട്ടാൽ പോരെ? ഇല്ല, അതിന് ചില നിയമങ്ങളും വ്യവസ്ഥകളും ആവശ്യമാണ്. ആ നിയമത്തിലും വ്യവസ്ഥയിലും ഒതുങ്ങി നിന്നുകൊണ്ട് ആരാണോ ഖുർആൻ പറയുന്നത് അതേ ഖുർആനാകൂ. ഇല്ലെങ്കിൽ നോക്ക് നിങ്ങള്, ഞാൻ വിവാദങ്ങളിലേക്ക് കടക്കുകയല്ല, അതേസമയം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ലേബിളിൽ ഒരുപാട് വിഭാഗങ്ങൾ ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയാനിയും ചേകനൂരും റാഫിദിയും മുഅ്തസിലിയും ഇങ്ങനെ തുടങ്ങി നിരവധി വിഭാഗം ആളുകൾ വിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കി ഇസ്ലാമിന്റെ ലേബിളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ ആളുകൾ മുഴുവനും ഓതുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ ഓതിയപ്പോൾ നാം ആകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ ആളുകൾക്ക് മനസ്സിലായി നമ്മുടെ റൂട്ടേ ശരിയുള്ളൂ, ആ റൂട്ടിലൂടെ സഞ്ചരിച്ചെങ്കിലേ സുഖലോക സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂ. നേരെ മറിച്ചോ അല്പം കഴിഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തുള്ള ആളുകൾ അവരിങ്ങനെ ഖുർആൻ നോക്കിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു സുന്നികൾ ചെയ്യുന്നതൊക്കെ ഖുറാഫാത്താണ്, അത് തെറ്റും കുറ്റവും ശിർക്കും ബിദ്അത്തുമാണ്. അതുകൊണ്ട് അവർ മുഴുവനും പിഴച്ച നരകത്തിന്റെ ആളുകളാണ്, ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി എന്ന വേറൊരു പാർട്ടി വന്നപ്പോൾ അവരായത്തും ഹദീസും ഓതിയിട്ട് പറഞ്ഞു ഇബാദത്തും ഇതാഅത്തും ഉബൂദിയത്തും എന്തെന്ന് ഇപ്പോഴും മുജാഹിദിന്റെ ആളുകൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥ സുഖലോക സ്വർഗത്തിന് അവകാശികൾ ഞങ്ങളാണ്, മുജാഹിദും സുന്നിയും പിഴച്ചത്. പിന്നീട് ചേകനൂർ എന്ന് പറയുന്ന ഒരാളും അയാളിങ്ങനെ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ പിഴച്ചതാണ്, സ്വർഗത്തിൽ ഇരിക്കാൻ അർഹതപ്പെട്ട ഒരാൾ ഞാൻ മാത്രമാണ്. ഖാദിയാനികൾ എന്നിട്ട് പറഞ്ഞു അയാളും കണക്കാണ്, കാര്യമായിട്ടൊരു പ്രവാചകൻ വന്നിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് സ്വർഗാവകാശികൾ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഓരോ വിഭാഗവും വന്ന് ഓരോ ആളുകളും വിശുദ്ധ ഖുർആനിനെ ആയത്തും ഹദീസും ഓതി അവനവന്റെ വാദം സമർത്ഥിക്കുമ്പോൾ ഇവിടെയാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത് നാം മനസ്സിലാക്കേണ്ടത്. ഗ്രന്ഥങ്ങൾ നമുക്ക് വേണ്ടി ഇസ്ലാമിന്റെ രൂപത്തിന് അവതരിപ്പിച്ച അല്ലാഹു ജല്ല ജലാൽ ആ ഗ്രന്ഥം വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും മൊത്തം സ്വാതന്ത്ര്യം നൽകുന്നതിന് പകരം അല്ലാഹു തആല ചെയ്തത് എന്താണ്? ഔദ്യോഗികമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ആളുകളെ പറഞ്ഞു വിട്ടു. അവരാണ് അംബിയാ മുർസലുകൾ. അവരിവിടെ വന്ന ശേഷം ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തി അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ അവരുടെ നാവിലൂടെ ആളുകൾക്ക് പ്രചരിപ്പിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകരായിട്ട് വന്നപ്പോൾ ആ നബി തങ്ങളോട് അല്ലാഹു തആല തന്നെ പറഞ്ഞു, ഓ പ്രവാചകരെ, ഈ ഗ്രന്ഥം തങ്ങളിലേക്ക് ഇറക്കി തന്നത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ആളുകളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ, നന്മയിലൂടെ സഞ്ചാരത്തിന് പ്രേരിപ്പിക്കാൻ, വിശ്വാസം നന്നാക്കാൻ, കർമ്മങ്ങൾ നല്ലതാക്കാൻ അവർക്ക് വേണ്ടി ഇറക്കിയ ഗ്രന്ഥം അതിനെ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഇവിടെ നാം മനസ്സിലാക്കണം, അറബികളാണ് സ്വഹാബാ കിറാം, സാഹിത്യകാരന്മാരാണ് അവർ.
അവരിലേക്കാണ് ഗ്രന്ഥത്തിന്റെ അവതരണം. എന്നിട്ട് പോലും ആ ഗ്രന്ഥം സ്വന്തമായിട്ടൊന്ന് വിശദീകരിക്കാൻ, സ്വന്തമായിട്ടൊന്ന് വ്യാഖ്യാനിക്കാൻ ആർക്കും ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആമുഖം പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് പാഷാണത്തിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ പട്ട പറയുന്നത് പാഷാണത്തിലേക്ക് എത്തുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഈ ബേസ് തള്ളി, ഈ വേലി പൊട്ടിച്ച്, നിയമങ്ങൾ ലംഘിച്ച് പുറത്ത് കടന്നവരാണ് ഇവിടെയുള്ള ബിദ്അഈ തൽപര കക്ഷികൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാ ആളുകൾക്കും മൊത്തം വിശുദ്ധ ഖുർആൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ അല്ലാഹു അനുവാദം നൽകുന്നില്ല. മറിച്ച് ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിനെ നബിയെ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. തങ്ങൾ എങ്ങനെയാ വിശദീകരിക്കേണ്ടത്? കേവലം ബുദ്ധി മാത്രം ഉപയോഗപ്പെടുത്തി, മനുഷ്യ സഹജമായ ബുദ്ധി ഉപയോഗപ്പെടുത്തി ആ രീതിയിലാണ് വിശദീകരിക്കേണ്ടത്? അല്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ആ വിശുദ്ധ ഖുർആനിനെ പാരായണം എങ്ങനെ നടത്തണം, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ആ ഗ്രന്ഥം, ഇതെല്ലാം പഠിപ്പിച്ചു തരേണ്ട കടമയും വിശദീകരണവും വ്യാഖ്യാനവും നൽകേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ നൽകും. അതനുസരിച്ച് നബിയെ തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം. അതാണ് ഇസ്ലാമിന്റെ വിശദീകരണം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആനിനെ ഒരൊറ്റ സ്റ്റെപ്പായി ഒന്നാക്കി ഇറക്കി കൊടുത്തിട്ടില്ല. പകരം ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന 30 ജുസുള്ള ഒരു ചെറിയ ഖുർആൻ, ആ ഖുർആനിനെ 23 വർഷക്കാലത്തെ നീണ്ട കാലയളവ് എടുത്തുകൊണ്ടാണ് അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. ആ 23 കൊല്ലക്കാലം അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 23 വർഷക്കാലം കൊണ്ട് ലക്ഷക്കണക്കിന് ഹദീസിലൂടെയാണ് നബി തങ്ങൾ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്ത്? ഒരിക്കലും ഫാൾട്ട് വന്നുകൂടാ, ഒരിക്കലും തകരാറ് സംഭവിച്ചുകൂടാ, ഒരിക്കലും മാർഗഭ്രംശത്തിന് കാരണമായി കൂടാ. ഇത് മനസ്സിലാക്കി അല്ലാഹു ഔദ്യോഗികമായി റസൂലുള്ളാഹി തങ്ങളെ വിശദീകരണം ഏൽപ്പിച്ചു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. ഒരിക്കലും സ്വന്തം താല്പര്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഓർഡർ ലഭിക്കാതെ സംസാരിക്കുന്നില്ല. എങ്കിൽ നബി തങ്ങൾ നൽകുന്ന വ്യാഖ്യാനം അത് അല്ലാഹുവിന്റെ വ്യാഖ്യാനമാണ്. നബി തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കൽ അല്ലാഹുവിനെ അനുസരിക്കലാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടാൽ അത് അല്ലാഹുവിന് വഴിപ്പെടലാണ്. നിങ്ങൾ കണ്ടില്ലേ, വല്ല കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചിലപ്പോൾ അത്തദ്റൂന മൽ ഈമാൻ ബില്ലാഹി വഹദാ അങ്ങനെ തുടങ്ങി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ ഒറ്റക്കെട്ടായി സ്വഹാബത്തിന് മറുപടി അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും അവന്റെ റസൂലും അറിയും. പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹുവും റസൂലും തുല്യമാണ് എന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഔദ്യോഗികമായ പ്രതിനിധിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളിലൂടെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ഔദ്യോഗികമായ പ്രബോധനത്തിന് പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിക്കപ്പെടുന്നത്. ആ പ്രവാചകർ ഇവിടെ വന്നു, അവരിവിടെ ദീൻ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച റൂട്ടിലൂടെ സഞ്ചരിക്കലാണ് ഒരു സത്യവിശ്വാസിയുടെ കടമ. പക്ഷേ ആ നബി തങ്ങൾ ഇവിടെ വന്ന് 23 കൊല്ലക്കാലം ദീൻ പ്രചരിപ്പിച്ചപ്പോൾ നബി തങ്ങൾ സ്വീകരിച്ചൊരു മെത്തേഡുണ്ട്, നബി തങ്ങൾ കാണിച്ചു തന്ന റൂട്ടുണ്ട്. ഏതാണത്? തന്റെ മുമ്പ് കഴിഞ്ഞു പോയ 1.25 ലക്ഷം പ്രവാചകന്മാരിൽ ഒരാളെയും തള്ളിക്കളയാത്ത പ്രത്യേകമായ ശൈലി. കണ്ടോ നിങ്ങള്?
അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സത്യത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും നേതാവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളാ പറയുന്നത്, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും അവര് പറഞ്ഞ അതേ തത്വമാണ് ഞാനും നിങ്ങളോട് പറയുന്നത്. ഇനിയോ ഖുർആൻ അങ്ങനെ തന്നെ മുസദ്ദിഖൻ ലിമാ ബൈനഹു. കണ്ടോ നിങ്ങള്, എല്ലാം മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ. അപ്പൊ റസൂലുള്ളാഹിയുടെ ശൈലി, അതേ ഖുർആനിന്റെ ശൈലി മുൻഗാമികളായ മഹത്തുക്കളെ അംഗീകരിക്കലാണ്, മുൻഗാമികളെ തള്ളിക്കളയലല്ല. ഇത് റസൂലുള്ളാഹി തങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ സംബന്ധിച്ച് റസൂലുള്ളാഹിയുടെ ശൈലിയാണെങ്കിൽ, ഇനി ശേഷമുള്ള ആളുകളെ സംബന്ധിച്ചോ വേണ്ടതങ്ങനെ തന്നെ. എന്തേ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുക്കുന്ന സമയത്ത് ഏകദേശം എന്റെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്ന സൂചന അല്ല വ്യക്തത റസൂലുള്ളാഹി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. എന്റെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം, സഹോദരിമാര് മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബ് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു, ഏതൊരു ഡ്യൂട്ടിക്ക് വേണ്ടിയാണോ അല്ലാഹു എന്നെ നിയോഗിച്ചത് ആ ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. എന്റെ ഫയലുകൾ മുഴുവനും ക്ലോസ് ആക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ഉത്തരവാദിത്തങ്ങളില്ല. ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ അല്ലാഹു എന്നെ പറഞ്ഞയച്ചത് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നു. പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാം നബി തങ്ങൾ പൂർണ്ണമായതായി പ്രഖ്യാപിച്ചു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ, നിങ്ങളത് സൂക്ഷിക്കണമെന്ന ആയത്തോടുകൂടെ വിശുദ്ധ ഖുർആനിന്റെ ഇറക്കത്തിന് സമാപനം കുറിക്കപ്പെടുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും പോരാ, വഫാത്തിന്റെ മുമ്പ് പോലും റസൂലുള്ളാഹി തങ്ങൾ നബി തങ്ങൾക്ക് വ്യക്തമായ ഇഖ്തിയാർ, ഇഷ്ടം പ്രവർത്തിക്കാൻ അവസരം അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ മരിക്കുമ്പോൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, മരണമാസന്നമായവന് ചൊല്ലിക്കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ. ഇത് പറഞ്ഞെടുത്ത് ഫുഖഹാക്കൾ ചർച്ച ചെയ്തത് കാണും നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വഫാത്താകുമ്പോൾ റഫീഖൽ അഅ്ലാ, റഫീഖൽ അഅ്ലാ ഇതല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത്? അതെ, നബി തങ്ങൾക്ക് അല്ലാഹു ഇഷ്ടം പ്രവർത്തിക്കാൻ അവസരം നൽകി. ഏതാണ്? ഭൗതിക ലോകത്ത് നീണ്ട ജീവിതമാണോ, അല്ല പാർത്ഥിക ലോകത്ത് വലിയ പദവിയാണോ? അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ റഫീഖൽ അഅ്ലാ, ഉന്നതമായ പദവിയെ തെരഞ്ഞെടുത്തത്. അതുച്ചരിച്ചുകൊണ്ടാണ് നബി തങ്ങൾ വഫാത്തായി പോകുന്നത്. എങ്കിൽ മരണത്തെ സംബന്ധിച്ച് പോലും വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ അവതീർണം പൂർണ്ണമായപ്പോൾ തന്റെ അനുയായികളെ വിളിച്ചു വരുത്തണം. എന്നിട്ട് പറയണം, സ്വഹാബ, ഖുർആൻ ഇനി ഇറങ്ങുകയില്ല, അത് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ വഫാത്താകാൻ അടുത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച ഖുർആന്റെ ആയത്തുകൾ, എല്ലിൽ എഴുതി വെച്ചത്, തോലിൽ എഴുതി വെച്ചത്, ഇഫ്ലാക്കി വെച്ചത് എല്ലാം കൊണ്ടുവരണം. എന്നിട്ട് നമുക്കൊരു ഗ്രന്ഥമായിട്ട് അത് ക്രോഡീകരിച്ച് കളയാം. എന്നിട്ട് ഫാത്തിഹ മുതൽ അന്നാസ് വരെ എല്ലാം ഗ്രന്ഥമാക്കിയ ശേഷം ഞാൻ എഴുതി ഒപ്പും സീലും വെച്ച് തരാം. എങ്കിൽ ഭാവിയിൽ ഒരു ചെറിയ സംശയത്തിന് ഇടവരരുതല്ലോ. നബി തങ്ങൾക്ക് പറയാമായിരുന്നു, പക്ഷേ നബി തങ്ങൾ ഇത് പറഞ്ഞില്ല. പകരം എന്താ ചെയ്തത്? നബി തങ്ങളുടെ മുമ്പുള്ള ആളുകളെ അംഗീകരിച്ച അതേ ശൈലിയിൽ പിൻഗാമികൾ അംഗീകരിക്കുകയാ, നമ്മോട് അംഗീകരിക്കാൻ കൽപ്പിക്കുകയാ. അസ്ഹാബീ കന്നുജൂം ഫബിഅയ്യിഹിം ഇഹ്തദൈതും. എന്റെ അനുചരന്മാർ, എന്റെ സഖാക്കൾ, എന്റെ ശിഷ്യർ, അവർ വാനലോകത്തെ താരസമാനരാണ്. ധിക്കറിയാതെ വിഷമിക്കുന്നവർക്ക് നക്ഷത്രം കണ്ട് ലക്ഷ്യം പ്രാപിക്കാൻ കഴിയുന്നത് പോലെ എന്റെ സ്വഹാബത്തിനെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താം. പോരാ, എന്റെ കാലശേഷം
നിങ്ങൾ തുടർന്ന് ജീവിക്കാൻ അവസരം ലഭ്യമായവരായാൽ അനധിവിദൂര ഭാവിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാം അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഘോഷയാത്ര തന്നെ. ഒന്നിൽ മാത്രമല്ല, ഖുത്ബ അറബിയിലോ മലയാളത്തിലോ, പള്ളിയിൽ പെണ്ണ് വരണമോ വരണ്ടയോ, മാസപ്പിറവിൽ കണക്ക് അവലംബിക്കാമോ കാഴ്ചയാണോ, അതിന് നാം മാനദണ്ഡമായി എടുക്കേണ്ടത്. തൊലാഖ് 3 ചൊല്ലിയാൽ 1 3. ഖുത്ബ മലയാളത്തിലോ അറബിയിലോ, ഉറുക്ക് മന്ത്രം മേലസ് പിഞ്ഞാനമെഴുത്ത് കൊള്ളാമോ തള്ളേണ്ടതാണോ, മാലയും മൗലൂദും ഹദ്ദാദും റാത്തിയും പ്രവാചക ചര്യയോ അനാചാരമോ, മരിച്ചെടുത്ത് ഖുർആനോത്തും എടുക്കുമ്പോൾ യാസീനും കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറമാടുമ്പോൾ തൽക്കീനും തസ്ബീത്തും കൂട്ടുപ്രാർത്ഥനയും ഖത്തപ്പരകെട്ടലും, ശേഷം 3 7 14 40 സ്വതക്ക കൊടുക്കലും, ഇതെല്ലാം ഇസ്ലാമിൽ ഉള്ളതാണോ അല്ല ആരോ കൂട്ടിച്ചേർത്തതാണോ? സുബ്ഹാനല്ലാഹ്. ചർച്ചകളാണ്, തർക്കങ്ങൾ വരും, ദിക്കറിയാതെ വിഷമിക്കും. ഞാൻ മതത്തെപ്പറ്റി അധികം പഠിച്ചില്ലല്ലോ, എനിക്കതിനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടല്ലോ. ചില ആളുകൾ ഇങ്ങനെ പറയുന്നു, ചില അങ്ങനെ പറയുന്നു. നമുക്കതിനെ സെന്ററിലൂടെ വിട്ടുകളിയാം. ഇല്ല, ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെ സെന്റർ ഇല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് ഒന്ന് ഹഖ്, മറ്റൊന്ന് ബാത്തിൽ. ബാത്തിൽ വേറെ, ഹഖ് വേറെ. രാത്രിയും പകലും ഒരുമിച്ച് കൂടുമോ? ഇരുട്ടും വെളിച്ചവും തുല്യമാകുമോ? ഇല്ല. എങ്കിൽ സ്വർഗവും നരകവും ഒന്നിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗത്തിന്റെ റൂട്ട് തന്നെ ചിന്തിച്ച് തീരുമാനിക്കേണ്ടതാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്ന മാർഗം പറഞ്ഞു. അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ. വളരെ സൂക്ഷ്മതയോടുകൂടെ, പൂർണ്ണ ടൈറ്റിലോടുകൂടെ പ്രവാചകർ പറയുന്നു, യഥാർത്ഥ സന്മാർഗചാരികളായ എന്റെ ഖുലഫാഇന്റെ ചര്യ നിങ്ങൾ അനുധാവന ചെയ്യണം. സംശയിക്കണ്ടാൽ മഹ്ദിയീൻ, അവർ സുഖലോക സ്വർഗത്തിലേക്ക് പുറപ്പെടാൻ ലൈസൻസ് കിട്ടിയിരിക്കുന്ന ആളുകളാണ്, ഹിദായത്ത് ലഭ്യമായ ആളുകളാണ്. നിങ്ങൾ അവരെ ഫോളോ ചെയ്തോളൂ. ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാമിൻ ഇല്ല, ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ച് പ്രവാചകൻ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, പിന്നീട് അതിനോടടുത്തത്, പിന്നീട് അതിനോടടുത്തത്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ തന്റെ പുറകിലേക്ക് ഇങ്ങോട്ടും തന്റെ ഫ്രണ്ടിലേക്ക് അങ്ങോട്ടും രണ്ട് കൂട്ടരെയും ബന്ധിപ്പിച്ച ശേഷം മരിച്ചുപോയവരായാലും ജീവിച്ചിരിക്കുന്നവരായാലും എല്ലാവരും ബന്ധപ്പെടുന്ന ഒരു കണക്ഷൻ, ഒരു ചങ്ങല, ഒരു കയർ, ഒരു പിടിവള്ളി എല്ലാവർക്കും വേണമെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ പലതും പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെ കാണാം, റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. എൻ്റെ സഹോദരിമാരും എൻ്റെ രക്ഷിതാക്കളും ചിന്തിക്കുന്ന യുവാക്കളും മനസ്സിലാക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആരെയും വിമർശിക്കൽ നമ്മുടെ പരിപാടിയുടെ ലക്ഷ്യമല്ല, ആരെയും പോസ്റ്റ്മോർട്ടം നടത്തൽ ലക്ഷ്യമല്ല. പക്ഷേ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിന്തിക്കലും സത്യമെന്തെന്ന് മനസ്സിലാക്കി പരലോകത്തേക്കുള്ള റൂട്ട് ക്ലിയറാക്കലും ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഖുർആനിലെ പ്രാർത്ഥനകളിൽ ഏറിയ കൂറുമുള്ളത് കൂട്ടു പ്രാർത്ഥനയുടെ ശൈലിയാണ്. കൂട്ട പ്രാർത്ഥനയല്ല, കൂട്ടുപ്രാർത്ഥന അഥവാ കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രാർത്ഥന. അത് പലതും. ആ കൂട്ടത്തിലൊന്ന് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബി എന്റെ നാഥ എന്ന സെപ്പറേറ്റ് ചിന്താഗതി, അപ്ന പരിപാടി. എനിക്ക് ഞാൻ ദുആ ചെയ്തോളാം, അതുകൊണ്ട് നിങ്ങൾ ദുആ നടത്തിക്കോ, നിനക്ക് ഞാനുമില്ല, എനിക്ക് നീയും വേണ്ട, കൂട്ടമായിട്ടത് വേണ്ട എന്ന ശൈലിയല്ല ഇസ്ലാമിന്റെ ശൈലി. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു തരണം, വലിഖ്വാനിനാ, ഞങ്ങളെ സഹോദരന്മാർക്കും. ഏതാ സഹോദരന്മാർ? ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, വിശ്വാസരംഗത്ത്
ആദർശ രംഗത്ത് മുൻകഴിഞ്ഞു പോയവർ, മരിച്ചവർ അല്ലേ? ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉണ്ടാക്കിയേക്കരുത് ഈ വിശ്വാസ രംഗത്തിലൂടെ കടന്നുപോയവരോട് ഒരു ചെറിയ വിമ്മിഷ്ടം, ഒരു ചെറിയ വെറുപ്പ് അതുപോലും എന്നെ മനസ്സിൽ നീ വെച്ചേക്കരുത്. അപ്പോൾ മരിച്ചുപോയവരുമായി കണക്ഷൻ വേണം, ജീവിച്ചിരിക്കുന്നതുമായി കണക്ഷൻ വേണം, അങ്ങോട്ട് കണക്ഷൻ വേണം, ഇങ്ങോട്ട് കണക്ഷൻ വേണം. ആ കണക്ഷൻ പിടിക്കുമ്പോഴാണ് ലക്ഷ്യത്തിലെത്തുക. അതാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസം നന്നാക്കിയ ആളുകളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു. ഹഖ്ഖ തുഖാത്തിഹി, എങ്ങനെയെങ്കിലും സൂക്ഷിച്ചാൽ പോരാ. നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറെ ആളുകൾ. ഏത് രീതിയിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിനി, റാഫലി ഏതോ ആവട്ടെ, അത് ലീഗ്, കോൺഗ്രസ്, മാർക്സിസ്റ്റ്, ജനതാദൾ, INL, PDP എന്നൊക്കെ പറയും പോലെ എന്നല്ലാതെ സത്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ആലോചിക്കാതെ പറയുന്നതാണ്. നിസ്സാരമായ വിവാഹാലോചന പോലും നടത്തുന്ന സമയത്ത് ഒരു 25-30 കൊല്ലത്തേക്ക് മാത്രമുള്ള ജീവിതമാണ് വിവാഹ ജീവിതം അല്ലേ? ഒരു 25-ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചാൽ ഒരു 50 വയസ്സ് സുഖകരമായ ദാമ്പത്യം, ഘടകകക്ഷി പടങ്ങാതെ പോയാൽ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ പ്രഷറും പ്രമേയം കൊളസ്ട്രോളും പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ പഴക്കം ചെന്ന ഫിയറ്റുകാർ കട്ടറോട്ടിലൂടെ പോണത് പോലെ അങ്ങനെ മരിച്ചു പോകും എന്നല്ലാതെ ദാമ്പത്യത്തിന്റെ രുചിയിലൂടെ പോകില്ല എന്ന് ഉറപ്പാണ്. ഈ നിസ്സാരമായ 25 കൊല്ലത്തേക്കുള്ള ദാമ്പത്യത്തിന് തുടക്കം എന്ന രീതിയിൽ വിവാഹാന്വേഷണം നടത്തുമ്പോ നാം ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നു, പോയി അന്വേഷിക്കുന്നു, എല്ലാം ക്ലിയറായി നിക്കാഹിന്റെ തലേ ദിവസം ഫോൺ വരുന്നു. അല്ല അബ്ദുറഹ്മാൻക, നിങ്ങളിങ്ങനെ പരുത്തിക്കോട്ടുന്ന്, ഉദാഹരണം പറയാണ്, പരുത്തിക്കോട്ടുന്ന ഒരു വിവാഹം അന്വേഷിച്ചിട്ടുണ്ടോ? കുഞ്ഞലി വ്യാജിയുടെ മകനെ കൊണ്ടാണോ നിങ്ങളെ മകളെ? ഓക്കെ, ശരിക്കും അന്വേഷിച്ചിട്ടില്ലേ? അന്വേഷിച്ചിട്ട് പിന്നെ നിനക്ക് അല്ല അന്വേഷിച്ചിട്ടില്ലേ? അല്ല ഒന്നുമല്ല, ഞാൻ നിങ്ങളാന്ന് പറഞ്ഞപ്പോ ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ അവിടെ വെച്ചു. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു മുടി കുടുങ്ങിയ ഹാല് അല്ലേ? എന്തോ തകരാറ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉറപ്പുള്ള അന്വേഷണം വേറെ വരും. നമ്മൾ ആ വയ്യ വേലിക്ക് പോകണ്ട, എന്തോ ഒരു ദുസൂചന നമ്മുടെ അബൂബക്കർ ഫോൺ ചെയ്തതിലുണ്ട്, അതുകൊണ്ട് തൽക്കാലം വേണ്ട, ഇത് തീരുമാനിക്കോ. ഇല്ലെങ്കിൽ അവന്റെ പിന്നിൽ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് എന്താ കുറവ് ഇങ്ങോട്ട് പറ എന്ന് ചോദിച്ച് നമ്മൾ അന്വേഷിക്കോ. ഇത് 25 കൊല്ലത്തെ നിസ്സാര ജീവിതമാണെങ്കിൽ ഞാൻ പറയുന്നത് വികാവീക്ഷണം നടത്തുന്ന, അല്ലെങ്കിൽ ഇതിനോടൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത, അല്ലെങ്കിൽ ഇതിലൊന്നും വലിയ കഥയില്ല എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ളവരായ ചില ആളുകൾ, അത്തരം ആളുകളോട് ഞാൻ പറയുന്നു, പരലോകത്തേക്ക് നിങ്ങൾക്ക് സൂചന കിട്ടുമ്പോൾ അതിൽ ഡൂപ്പും ഒറിജിനലും ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും കൂലങ്കഷമായി ചിന്തിക്കലും വ്യക്തമായി അന്വേഷിക്കലും നമ്മുടെ ബാധ്യതയാണ്. ഈ അന്വേഷണാത്മക ചിന്തക്ക് ഒന്നുകൂടെ ആരോഗ്യം പകരുന്ന രീതിയിൽ ഇതുപോലുള്ള പരിപാടികൾ വരലോ തീർത്തും കേൾക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ശൈലി ഇത്തഖുല്ലാഹ എന്ന് പറഞ്ഞ് നിർത്തലല്ല, ഹഖ്ഖ തുഖാതിഹി, തഖ്വ ചെയ്യേണ്ട വിധത്തിൽ തന്നെ തഖ്വ ചെയ്യണം. എന്നിട്ട് പറയുന്നു, വലാ തമൂതുന്ന, ഒറ്റൊന്നും മരിച്ചു പോകാൻ ഇടവരരുത്, ഇല്ലാ അൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ. ആരോടാ പറയുന്നത്? മുസ്ലിങ്ങളോട്. എന്തേ? നിന്റെ വിശ്വാസം ക്ലിയർ ആണോ? നിന്റെ കർമ്മങ്ങൾ ശരിക്കും സ്വർഗത്തിലേക്കുള്ളതാണോ? പ്രവാചകൻ പഠിപ്പിച്ച ചര്യയാണോ നിന്റെ അടുക്കലുള്ളത്? ഇത് ശരിക്കും നീ നോക്കിക്കോ. അതിനുള്ള മാർഗമാണ് ആയത്തിന്റെ അടുത്ത് പറയുന്നത്, വഅതസിമൂ ബിഹബിലില്ലാഹ്. നീ ഇപ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരമാണോ? നീ നിസ്കരിക്കുന്ന തറാവീഹിന്റെ എണ്ണം പ്രവാചകൻ പഠിപ്പിച്ചതാണോ? നീ പോകുന്ന ജുമുഅ പ്രവാചകനിലേക്ക് മുട്ടുന്നതാണോ? നിന്റെ മനസ്സിലുള്ള വിശ്വാസങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതാണോ? നീ നോക്കിക്കോ. വഅതസിമൂ ബിഹബിലില്ലാഹ്, അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിച്ചോ. വലാ തഫറഖൂ, ആ കണക്ഷനിൽ നിന്ന് വിട്ടുപോകണ്ട. ഇനി ഞാൻ ചോദിക്കുന്നു, ഇത്രയും സമയം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കണക്ഷനെ സംബന്ധിച്ച് ഒരു കാര്യം വിനീതനായി എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇൻഷാ അല്ലാഹ്, ഇത്രയും കാലം
അബ്ദുൾ റഷീദ് പത്തപ്പിരിയം എന്ന വ്യക്തി പ്രസംഗിച്ച ആദർശ പ്രസംഗം. ഈ പ്രസംഗത്തിൽ തെളിവുദ്ധരിച്ചുകൊണ്ട് വിനീതനായ ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച തർക്കത്തിലിരിക്കുന്ന കാര്യങ്ങൾ, സുന്നത്തമായത്തിന്റെ വിശ്വാസങ്ങൾ, ഈ കാര്യങ്ങൾ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് നാളെ മഹ്ശറയിൽ വെച്ച് അള്ളാഹു എന്നോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് എനിക്ക് മറുപടി പറയാൻ കഴിയും. അത് നബി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസമാണ്, അത് അള്ളാഹു പഠിപ്പിച്ച വിശ്വാസമാണ്, അള്ളാഹു നബിയുടെ നിയമമാണ്. ഇത്ര ധൈര്യമായിട്ട് എങ്ങനെ പറയാൻ കഴിയും? അത് പറയാൻ കാരണം എന്റെ വകയിൽ ഞാനൊന്നും കൂട്ടിയിട്ടില്ല. എന്റെ അഭിമന്യനായ ഗുരുക്കന്മാരിലൂടെ പ്രമാണങ്ങൾ വെച്ച് എനിക്ക് ലഭ്യമായതാണ്. മർഹൂം പി.കെ. എംബാക്കവി അണ്ടോൺ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, ഖമറുൽ മക്കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഈ ഉസ്താദുമാര് പ്രമാണബദ്ധമായി പഠിപ്പിച്ചു തന്ന ആശയാദർശങ്ങളെ വിനീതനായ ഞാൻ ഇക്കാൻ വരെ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരെ ഗുരുത്വം വരുത്തവും ഉണ്ടെങ്കിൽ ഇനി അല്ലാഹു തൗഫീഖ് കൊണ്ട് ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതെന്റെ മാത്രം കാര്യമല്ല, സുന്നത്തമായത്തിന്റെ ഉസ്താദുമാരുമായി ബന്ധം വിടർത്തിയിട്ടില്ലാത്ത എല്ലാ ഖാദികളുടെയും കാര്യം അങ്ങനെ തന്നെയാ. ഇനി എ.പി. ഉസ്താദിനും നെല്ലിക്കുത്ത് ഉസ്താദിനും ഉറച്ചു നിന്നോ? ഇല്ല. ആ നെല്ലിക്കുത്ത് ഉസ്താദിനോ ചോദിക്കുന്നു, സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എല്ലാ തർക്കവും ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് തർക്കങ്ങളുണ്ട്. ഉറുക്കും മന്ത്രം മേരസും പിഞ്ഞാനമേത്തും കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും വെള്ളിയാഴ്ച ജുമയുടെ ഭാഷവും അതുപോലെ തന്നെ മാഷറ വിളിക്കലും ഖുത്ബയുടെ ഭാഷയും ജുമയ്ക്കുള്ള 2 ബാങ്കും പെണ്ണ് വരാതിരിക്കലും കണക്ക് നോക്കി മാസമർപ്പിക്കലും തറാവീഹിന്റെ റക്അത്തും തുടങ്ങി ഇങ്ങനെ മക്ബറ കെട്ടലും മഹാന്മാരെ ബഹുമാനിക്കലും അവരെ പേര് ഉറൂസ് നടത്തലും നേർച്ച നടത്തലും മാലിയും മൗലൂദും ഹദ്ദാദ് റാത്തീബും ജലലും തുടങ്ങി ഒരുപാട് തർക്ക വിഷയങ്ങൾ. ഈ വിഷയങ്ങളിൽ എല്ലാം ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഉസ്താദിന് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോ ഉസ്താദ് പറയും, മക്കളെ നിങ്ങൾ ധൈര്യമായി പ്രസംഗിച്ചോളൂ, ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടുണ്ടാക്കിയതല്ല, നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചു തരുന്ന തത്വങ്ങളൊക്കെ എന്റെ ഉസ്താദുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഞ്ചേരി നവറുല്ലാഹു മർക്കദ, ഉസ്താദ് പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറയും, ആശ്രയിൽ വെച്ചിട്ടെങ്ങാനും അവരുമായി ബന്ധപ്പെട്ടാൽ മക്കളെ ഞാൻ നിങ്ങൾക്ക് തന്ന ആശയങ്ങളൊക്കെ എന്റെ ഉസ്താദ് യൂസുഫുൽ ഫൽഫരി റളിയല്ലാഹു അൻഹു എനിക്ക് പഠിപ്പിച്ചെന്ന ആശയങ്ങളാണ്. ഫൽഫരി പറയും, എനിക്ക് കിട്ടിയ ആശയം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നഖ്ശബന്ദി അത്താനൂരി റളിയല്ലാഹു തആലയിൽ നിന്നാണ്. മഹാനവറുകൾ പറയും, എന്റെ ഗുരുവന്യൻ ബഹുമാനപ്പെട്ട പരപ്പനങ്ങാടി ഓക്കോയം മുസ്ലിയാർ നവറുല്ലാഹു മർക്കദയാണ്. മഹാനവറുകൾ പറയും, അറിയില്ലേ, എനിക്ക് ഈ ആശയങ്ങളൊക്കെ കിട്ടിയത് തവസ്സുലും ഇസ്തിയാസയുമുണ്ട്, ഹദ്ദാദ് റാത്തീബുമുണ്ട്, മാലിയും മൗലൂദുമുണ്ട്, സിയാറത്തും അക്ബർ കെട്ടലുമുണ്ട്, ബഹുമാനിക്കലും ഉറൂസ് നടത്തലുമുണ്ട്, സജ്ജനങ്ങൾ കൈചുംബിക്കലുണ്ട്, ആലിമീങ്ങളെ ബഹുമാനിക്കലുണ്ട്, അക്ബറിൽ സിയാറത്തിന് പോകലുണ്ട്. ഈ ആശയങ്ങളൊക്കെ കിട്ടിയത് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ്. ഉമർ ഖാദി ആണെങ്കിലോ മമ്മിക്കുട്ടി ഖാദിയുടെ ശിഷ്യനാണ്. മമ്മിക്കുട്ടി ഖാദി ആണെങ്കിലോ പൊന്നാനി വളക്കത്തിരുന്ന് മഖ്തൂമുമാർ റളിയല്ലാഹു അൻഹും അവരിലൂടെ വന്ന ആശയം പഠിച്ച വ്യക്തിയാണ്. അപ്പോ ഫറോക്കിലുള്ള സ്റ്റേജിൽ വെച്ച് അബ്ദുൾ റഷീദ് വത്തപ്പിരിയം പ്രസംഗിക്കുന്ന ആശയങ്ങൾ ഇൻഷാ അല്ലാഹ് പൊന്നാനി വളക്ക് വരെ എത്തുമെന്ന 110% ധൈര്യം ഈ പ്രസംഗിക്കുന്ന എനിക്കുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ട് ഞാൻ എണ്ണുന്നില്ല. ബഹുമാനപ്പെട്ട മഖ്ദൂമാർക്ക് കിട്ടിയത് ഇബ്നു ഹൈതമിയിൽ നിന്നും സക്കൽ അൻസാരിയിൽ നിന്നും നേരെ ചെന്ന ഹാഫിൽ അസ്കലാനിയും ബഹുമാനപ്പെട്ട ഇമാം നവവിയും ബഹുമാനപ്പെട്ട ഇമാം റാഫിയും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയും ഇമാം ഹറമൈനിയും അതുപോലെ ഉസ്മാൻ അൻമാത്തിയും അബ്ദുറഹീം ഇറാഖിയും നേരെ റബീഉൽ മുറാദിയും ഇമാമുനാ ശാഫിഈയും റളിയല്ലാഹു അൻഹും വനഫഅനാ ബിഹിം. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി പറയുന്നതോ മാലിക് ഇമാമിന്റെ ഗുരുനാഥൻ എന്നാണ്. മാലിക് ഇമാം പഠിപ്പിക്കുന്നതോ നാഫി ഇമാമിൽ നിന്നാണ്. നാഫി ഇമാം പഠിക്കുന്നതോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഇബ്നു ഉമറിന് ആശയം കിട്ടിയത് ലോകൈക ഗുരുവര്യർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
എങ്കിൽ ഈ വേദിയിൽ വെച്ച് വിനീതൻ ഒരു ചെറിയ ചങ്ങലയുടെ തല പിടിച്ചിങ്ങനെ കുലുക്കിയാൽ ഇൻഷാ അല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയിലെത്തുന്ന ഒരു കണക്ഷൻ സാധുവായി എനിക്ക് പറയാൻ കഴിയും. ഇനി സമാധാനത്തിന് നബിയെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, അവിടത്തേക്കോ അള്ളാഹുവിന്റെ പാശം ഇങ്ങനെ പാരമ്പര്യമായി വന്ന സാധുക്കളായ നമ്മളിൽ എത്തിയതാണ്. ആ കണക്ഷനാണ് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത്. ആ കണക്ഷനാണ് ബിദ്അത്തുകാർക്ക് ഇല്ലാതെ പോയത്. കൂട്ടത്തിൽ ഒരു പ്രധാന ടീമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നത്. അവരിവിടെ വന്ന് ആദ്യം ചെയ്ത സ്വാലിഹായ കർമ്മം ഈ കണക്ഷൻ അങ്ങ് ഒഴിവാക്കലാണ്. ആ കണക്ഷൻ തന്നെ അങ്ങോട്ട് ഒഴിവാക്കി അത് പരസ്യമായി പറയുകയും ചെയ്തു. പുറമെ ഗ്രന്ഥത്തിൽ അവരത് എഴുതി വെക്കുകയും ചെയ്തു. അബുൽ അഅ്ല മൗദൂദി എന്ന വ്യക്തിയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന മതം രൂപീകരിക്കുന്നത്. അതും കൂടെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഒറിജിനൽ സുന്നിയാണ് എന്നതിന് തെളിവ് അതുണ്ടാക്കിയതിന് ആളില്ല എന്നാണ്. അതുണ്ടാക്കിയത് അള്ളാഹുവാണ്, മനുഷ്യനിർമ്മിതല്ല. നോൺ സുന്നി അത് ഏതൊക്കെ പോടും ജമാ തബ്ലീഗ് ആൻഡ് കമ്പനി ഫുള്ളും ഓരോന്നെടുത്തു നോക്കിയാലും ശരി അതിനൊക്കെ മേക്കറുണ്ടാവും, അല്ലെങ്കിൽ പിതാവുണ്ടാവും, ജനഹിതാവുണ്ടാവും. അത് മുഴുവനും ഉണ്ടാക്കിയത് ആളുകളാണ്. ആ കൂട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനം, തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം, സൊസൈറ്റി പിന്നെ പറയേണ്ടതില്ല. ചേകനൂർ അതിപ്പോൾ ഏതായിരുന്നാലും അടഞ്ഞ അധ്യായം, നമുക്ക് അവരെ പിന്നിൽ കൂടേണ്ട ആവശ്യമില്ല. കാരണം ചേകനൂര് ഇവിടെ പടയോട്ടം നടത്തിയ കാലത്ത് അയാളെ പുറകിൽ നമ്മൾ ആലിമീങ്ങൾ കുറെ കൂടിയതാണ്. എന്തിന്? അയാൾ പറയുന്ന വാദങ്ങൾക്ക് വല്ല തെളിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കിതാബ് പോയിട്ടാണ് കൂടിയത്. കുറെ അങ്ങ് ചെന്നപ്പോ കേട്ടു ചേകനൂര് തന്നെ കാണാനില്ല. അപ്പൊ ആലിമീങ്ങൾ തിരിച്ചുങ്ങോട്ടും പോകുന്നു. അവർ പറഞ്ഞതിന് ഒരു തെളിവും കണ്ടില്ല. അങ്ങനെ ചേകനൂര് പോയി എന്ന് കേട്ടപ്പം CBIയുടെ ആലിമീങ്ങൾ പുറകെ കൂടി. അവർ കിതാബ് പോയിട്ടല്ല JCB ആയിട്ടാണ് കൂടിയത്. അങ്ങനെ കുറെ പോയി ചുവന്ന കുന്നിലെത്തി. ആ തെളിവ് കിട്ടാതെ ആലിമീങ്ങളെ മടങ്ങിയതുപോലെ ചേകനൂര് തെളിവ് കിട്ടാതെ അവരും മടങ്ങി. പിന്നെ ബാക്കിയായി നിൽക്കുന്നത് ആ JCB എന്ന് പറഞ്ഞ മെഷീന്റെ ഒരു പേര് മാത്രമാണ്. അതിനിപ്പം ഒരു പര്യായ പദമായിട്ട് ചേകനൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് റോഡിലൂടെ പോകുമ്പോൾ കുട്ടികളൊക്കെ പറയും ചേകനൂര് അത് പോണെന്നാണ്. അത് ഞാനതിനെ വിമർശന ബുദ്ധിയോട് കൂടിയാണ് ആദ്യം വിലയിരുത്തിയത്. പക്ഷെ ഒരു സ്ഥലത്ത് എന്ന് ഞാനത് അങ്ങനെ പറയണ്ട. കാരണം JCB എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള സാധനമാണ്. കുണ്ട് നികത്താനും കുന്ന് ഇടിക്കാനും ഒക്കെ ഉപകാരപ്പെടും. ഉപകാരമില്ലാത്ത ഒരാളെ പേര് അതിനുള്ളത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എനിക്ക് തിരുത്തി തോന്നി. ഉസ്താദേ, ഞങ്ങൾ അതിൻ്റെ ഉള്ള പേരാണ് ചേകനൂർ എന്ന് പറഞ്ഞത്. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ എന്താ ഉസ്താദ് അതിൻ്റെ പേര്? JCB. ആ JCBയുടെ ഫുൾ ഫോം എന്താന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പറയാൻ കിട്ടിയില്ല. കുട്ടി പറഞ്ഞു തന്നു, JCB ജനാബ് ചേകനൂർ ബാക്കവി. എന്നാ കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ ഒരു സേവനം മാറ്റിവെച്ചാൽ ബാക്കിയൊന്നും അയാളെ ബാക്കിയത്തായിട്ടില്ല. അപ്പൊ അത് മാറ്റിവെച്ച് ബാക്കിയുള്ള വിഭാഗങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതൊക്കെ ഉണ്ടാക്കിയ ആളുകളൊക്കെ. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന പുസ്തകത്തിൽ മുജാഹിദുകൾ തന്നെ എഴുതി വെച്ചത് പ്രകാരം ഹിജറ 1115 നജിദിൽ ഭൂജാതനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആവുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രഭാവ കേന്ദ്രം അവർ സംബന്ധിച്ചത്. അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് അങ്ങനെ ഒരു വിഭാഗം ചില സ്ഥലത്തൊക്കെ 1995 മെയിലക്കത്തിൽ അൽബലാഗ്. ഈ അൽബലാഗിൽ അവർ തന്നെ എഴുതിയത് പ്രകാരം കിഴക്കും പടിഞ്ഞാറും തരംഗങ്ങൾ ഉയർത്തി മുന്നേറുകയും ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങുന്ന രാഷ്ട്രങ്ങളിൽ പരന്നൊഴുകുകയും ചെയ്യുന്ന ലോകത്ത് മുഴുവനും ഒരേ നൂലിൽ ബന്ധിപ്പിച്ച തബ്ലീഗ് പ്രവർത്തനത്തിന്റെ കാരണക്കാരൻ ആ മഹാപുരുഷൻ അത്രേ ഷാഖ് മുഹമ്മദ് ഇല്യാസ് കാന്തലവി അവറുകൾ എന്ന് അവരും എഴുതി വെച്ചത് കാണും. അപ്പൊ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയത് ഷാഹ് മുഹമ്മദ് ഇല്യാസി ആണെങ്കിൽ, സൊസൈറ്റി ഉണ്ടാക്കിയത് ചേകനൂരാണെങ്കിൽ, വഹാബിസം ഉണ്ടാക്കിയത് ഇബ്നു അബ്ദുൽ വഹാബ് ആണെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമി എന്ന മതം ഉണ്ടാക്കുന്നത് യശസ്വരീരനായ
സയ്യിദ് അബുൽ അഅല മൗദൂദി എന്ന വ്യക്തിയാണ്. അതാണ് എന്ന് ഇവിടെ ആരും നിഷേധിക്കാറില്ല. ഒരുപാട് ഗ്രന്ഥങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ 50ാം വാർഷിക പതിപ്പ് 10 രൂപ വരെയുള്ള ഈ ഗ്രന്ഥത്തിൽ ഇതിന്റെ 22ാമത്തെ പേജിൽ വ്യക്തമായി രൂപീകരണ പശ്ചാത്തലം വിശദീകരിച്ചെടുത്ത് പറയുന്നത്, ഇതിന്റെ ഉണ്ടാക്കിയ ആള് 1940 കൂടി മൗദൂദി കൂടുതൽ സമഗ്രവും വ്യാപകവുമായ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് രൂപം നൽകി. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ പിന്നീട് രൂപമായിട്ട് വന്നത് എന്നാണ്. അപ്പം മൗദൂദി ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് കുറെ ചിന്തിച്ച് ആലോചിച്ച് അയാളുടെ ബുദ്ധി നല്ലതാണെന്ന് തോന്നുന്ന കുറെ കാര്യം ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം, അതാണ് ജമാഅത്തെ ഇസ്ലാമി. അതുണ്ടാക്കിയതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയാണല്ലോ, ഉണ്ടായ ഡേറ്റ് പറയണല്ലോ. അത് വ്യക്തമായി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയപ്പെട്ട ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നേതാവ്, അതിന് പരിചയമില്ലാത്ത ആൾക്ക് വേണ്ടി പറയാം, അദ്ദേഹം എഴുതിയ ജമാഅത്തെ ഇസ്ലാമി ലഘുപരിചയം എന്ന ഗ്രന്ഥം. ഞാൻ ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ ഇതൊരു ഖണ്ഡന പ്രസംഗമാണോ, ഒരു മറുപടിയാണോ, വിമർശനമാണോ എന്നാരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് വസ്തുനിഷ്ഠമായ ഒരു പഠനമാണ്. പഠനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആയുധങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടി വരും. ഒരു ഡോക്ടറിലേക്ക് രോഗി ചെന്നാൽ ഗുളിക കൊണ്ട് സുഖപ്പെടാത്തതിന് ഓപ്പറേഷൻ വിധിച്ചു. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയാൽ വയറ് കീറാറാണ് പതിവ്. അതാണ് വയർ ഓപ്പറേഷൻ. ആ ഡോക്ടർ ക്രൂരനാണ്, കണ്ടില്ലേ പിടിച്ചിട്ട് വയറ് കീറി എന്നാരും പറഞ്ഞ് കേസ് കൊടുക്കാറില്ല. അത് വയറുവേദന സ്ഥിരമായിട്ട് വരുമ്പോൾ സുഖപ്പെടണോ കീറേണ്ടി വരും. പക്ഷെ മുറിവ് ഉണക്കിയിട്ടേ വിടാവൂന്ന് മാത്രം. പിന്നെ കീറുന്ന സമയത്ത് രോഗി പടയാൻ പാടില്ല, അതിന് അനസ്തേഷ്യ കൊടുക്കുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഇൻഷാല്ലാഹ് ഞാൻ തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുക. വിമർശന ബുദ്ധിയോടുകൂടെയുള്ള ചിന്ത മാറ്റിവെച്ച് ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് ദേഷ്യം പിടിക്കാനല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രമാണബദ്ധമാണ്, അടിസ്ഥാനമുള്ളതാണ്.